നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗത്തെ പറ്റിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ദിനേഷ് ജി എന്താണ് ഈ പഞ്ചമഹാപുരുഷ യോഗം, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ അങ്ങൊന്ന് പറയുമോ എന്നൊക്കെ കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഈ രണ്ടാം ഭാവത്തിൻ്റെ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. അത് നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്നുള്ളത്? പഞ്ചതാരാഗ്രഹങ്ങളായിരിക്കുന്ന കുജൻ, ചൊവ്വ, ശുക്രൻ അഥവാ വീനസ്, വ്യാഴം, ഗുരു, അതേപോലെ തന്നെ ശനിയും ബുധനും, ഈ 5 ഗ്രഹങ്ങൾ തരുന്ന ഗുണഫലങ്ങൾ, ലൈഫിൽ തരുന്ന ഭൗതികപരമായിട്ട് തരുന്ന അനുഗ്രഹങ്ങൾ, അയാളുടെ സുഹൃതങ്ങളെ സൂചിപ്പിക്കുന്നു. പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള സദ്ഗുണങ്ങളെ ഈ ജന്മം അതെങ്ങനെയൊക്കെ സുഹൃതങ്ങളായിട്ട് വരാം എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ 5 താരാഗ്രഹങ്ങൾ തരുന്ന ഓരോ യോഗങ്ങൾ. അതിൽ കുജൻ തരുന്ന യോഗമാണ് രുചകയോഗം, രണ്ടാമത്തേത് ബുധൻ തരുന്ന ഭദ്രായോഗവും, വ്യാഴം തരുന്ന ഹംസയോഗവും, ശുക്രൻ തരുന്ന മാളവ്യയോഗവും, ശനി തരുന്ന ശശമഹായോഗവും. ഇങ്ങനെ 5 യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ശ്ലോകം ഇവിടെ പറയുന്നില്ല. ശ്ലോകം വേണ്ടവർക്ക് ജാതക പാരിജാതം എന്ന് പറയുന്ന ഗ്രന്ഥം റെഫർ ചെയ്യുക. മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. മിക്ക ഭാഷകളിലും, ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും അസ്ട്രോളജിയിലും അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലോ സെർച്ച് ചെയ്യുക, കിട്ടും. മലയാളത്തിൽ എന്തായാലും ഉണ്ട്. അതിൽ രാജയോഗം പറയുന്ന ഭാഗത്ത് 59-ാമത്തെ ശ്ലോകം മുതൽ 64-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിൽ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശ്ലോകം വേണ്ടവർ അവിടെ പോയി എടുത്തുകൊള്ളുക. അതിൻ്റെ ലൈറ്റായിട്ടുള്ള വേർഷൻ തന്നെ പിന്നെ നമ്മുടെ അനുഭവങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പഞ്ചതാരാഗ്രഹങ്ങൾ, കുജനും ഗുരുവും ശുക്രനും ശനിയും ബുധനുമായിട്ടുള്ള ഈ 5 ഗ്രഹങ്ങൾ, സ്വക്ഷേത്രം എക്സോൾട്ടഡ് സൈൻ, മൂലക്ഷേത്രം, അതുപോലെ തന്നെ ഓൺ സൈൻ സ്വന്തം രാശി സ്വക്ഷേത്രത്തിലുമായിട്ട് ലഗ്ന കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ അത് പഞ്ചമഹാപുരുഷ യോഗമായി. ചില ആചാര്യന്മാർ അതിനെ പഴയ ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തിട്ട് ചില ആൾക്കാർ പുതിയ പുസ്തകങ്ങൾ പഞ്ചമഹാപുരുഷ യോഗത്തെക്കുറിച്ച് മാത്രമുള്ള ചില വർക്കുകളുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലൊക്കെ അത് കിട്ടും. നോർത്ത് ഇന്ത്യൻ അസ്ട്രോളജിസ്റ്റ്, ഇപ്പോൾ KN റാവുവിനെ പോലുള്ളവരുടെയൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ചന്ദ്രകേന്ദ്രത്തിലും വന്നാൽ പഞ്ചമഹാപുരുഷ യോഗം ആവും എന്നാണ്. പണ്ട് കാലങ്ങളിൽ ചന്ദ്രനെ ബേസ് ചെയ്തായിരുന്നു കൂടുതലും നോക്കിയിരുന്നത്, പിന്നീടാണ് ലഗ്നത്തെ ബേസ് ചെയ്ത് നോക്കുന്നതെന്നൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ത് തന്നെയായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലോ മൂലത്രികോണത്തിലോ അല്ലെങ്കിൽ ലഗ്ന കേന്ദ്രമായിട്ട് വരികയും അതായത് ലഗ്നാൽ കേന്ദ്രഭാഗം 4, 7, 10 അല്ലെ ലഗ്നം തന്നെ ലഗ്നാൽ കേന്ദ്രഭാഗമായി വരികയും 1, 4, 7, 10 രാശികളിൽ അത് ആ ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമോ ആവുകയും ചെയ്താൽ പഞ്ചമഹാപുരുഷ യോഗമായി. അപ്പോൾ യോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് കയറാം. ഒന്നാമത്തേത് രുചകയോഗം. കുജനാണിത് തരുന്നത്. കുജനാണ് തരുന്നതെന്ന് പറയുമ്പോൾ തന്നെ കുജൻ്റെ സ്വഭാവം എന്താണ്, കുജൻ്റെ സ്വക്ഷേത്രം ഏതാണ്, മൂലത്രികോണ ക്ഷേത്രം ഏതാണ്, അതേപോലെ തന്നെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ആ രാശികളുടെ ഒരു സ്വഭാവം എടുത്തു നോക്കുമ്പോൾ കറേജ് ആൻഡ് കോൺഫിഡൻസ് ആണ് ഒന്നാമത്തേത്. ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ്. ജീവിതം പലപ്പോഴും യുദ്ധഭൂമി പോലെ ആയിരിക്കും മനുഷ്യന്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരിക്കും. പക്ഷേ അവിടെ ഏത് തരം ചലഞ്ചസ് വന്നാലും നല്ല ഉറപ്പോടുകൂടി അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു സൈന്യാധിപൻ്റെ നേച്ചർ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ
ലീഡർഷിപ്പ് ആൻഡ് അതോറിറ്റി ഏരിയകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ളൊരു കഴിവും. അപ്പോഴാണല്ലോ ലീഡർ ആവുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം രാജാവ് തനിക്ക് തന്നിട്ടുള്ള ഓർഡറിനെ സൈന്യാധിപൻ തൻ്റേതായ രീതിയിൽ അത് നടത്തിയെടുക്കാനുള്ളത് അസാമാന്യ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, അസാമാന്യമായിട്ടുള്ളൊരു കറേജ് വേണം. അപ്പം അതിന് കഴിവുള്ള ആളായിരിക്കുന്നത്. ചെറിയ സാഹചര്യങ്ങളിൽ പോലും ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും, നല്ല വൈറ്റാലിറ്റി ഒക്കെ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയും അതിനുവേണ്ടിയൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കും. വളരെ കുറേ തിരിച്ചടികൾക്ക് ശേഷം ജീവിതത്തെ വിജയിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും കമാൻഡിങ് സ്കില്ല്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പം ഈ ഒരു ടൈപ്പ് നോക്കണം. ഈ കുജൻ്റെ മാഴ്സ് ടൈപ്പ്, അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളിലൊരു ഒരു ടൈപ്പ് ഉണ്ട്. ഇതൊരു സൈന്യാധിപൻ എന്ന് പറയുമ്പം ആ സൈന്യാധിപന് പറയുന്ന ക്വാളിറ്റീസ് അവരുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാ ഏരിയകളിലും ഉണ്ടാവും. മനസ്സിലാവുന്നു. അപ്പം ഇത് രുചകയോഗം കൊണ്ട് കിട്ടുന്നതാണ്. ഒരാളുടെ ലഗ്നാൽ കേന്ദ്രത്തിൽ ചന്ദ്രാൽ കേന്ദ്രത്തിൽ ബലമനുസരിച്ച് നോക്കണം. പ്രധാനമായിട്ട് ലഗ്നാൽ കേന്ദ്രത്തിൽ ചൊവ്വ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു കമാൻഡിങ് പവറും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒരു അതോറിറ്റിയും അതേപോലെ തന്നെ കറേജ് ആൻഡ് കോൺഫിഡൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇവരൊരു മാഴ്സ് ടൈപ്പ് ആണല്ലോ എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇവരൊരു കുജൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണല്ലോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം രുചകയോഗത്തിൻ്റെ ഫലം ഇതാണ്. അടുത്ത് ഭദ്രായോഗം തരുന്ന ആരാ? ബുധനാണ്. ബുധൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ബുധൻ ബലപ്പെട്ടാൽ നല്ല നോളജ് ആയിരിക്കും കേട്ടോ. പല വിഷയങ്ങളെക്കുറിച്ച് ഇവർക്ക് നല്ല അറിവായിരിക്കും. ലഗ്ന കേന്ദ്രത്തിൽ വന്ന് അനുഭവം കുറവായിരിക്കും കേട്ടോ. വലിയ അനുഭവമൊന്നും ഉള്ളിലില്ലെങ്കിലും ഇവർ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ കാണിച്ച് മറ്റുള്ളവരുടെ അടുത്ത് അത് ചെയ്തെടുക്കും. അതാണ് ബുധൻ്റെ കഴിവ്. ബുധൻ ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒറേറ്ററി സ്കിൽസ് ഭയങ്കര കൂടുതലായിരിക്കും ഇവർക്ക്. ഇൻ്റലക്ച്വൽ ബ്രില്യൻസ്, പ്രത്യേകിച്ച് അനാലിറ്റിക്കൽ സ്കിൽ, ഒരു വിഷയത്തെ അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കാൻ. IT-യിലൊക്കെ ആണെങ്കിലും ഒരു വിഷയം ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് അനലൈസ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രബിൾ ഷൂട്ട് ചെയ്തത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഇവർക്കധികം സമയം വേണ്ട. ഭയങ്കര സ്പീഡാണ്. ചന്ദ്രനും ബുധനും ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ പഞ്ചമഹാപുരുഷ യോഗത്തിൽ പെടത്തില്ല. അപ്പം ചന്ദ്രപുത്രനായിട്ടുള്ള ബുധന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ബുധന് ബലം വന്നു കഴിഞ്ഞാൽ ആ ഒരു മെർക്കുറിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്, വളരെ സ്പീഡിയാണ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ പ്രോബ്ലങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് എൻഹാൻസ് ചെയ്യാനുള്ള അറിവുകൾ ഇവർ സമ്പാദിക്കും പലയിടത്തു നിന്നായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? പുസ്തകങ്ങളിൽ നിന്ന് എവിടെ നിന്നാന്ന് വെച്ചാൽ അത് ചെയ്യും. ഒരു മെർക്കുറിയൻ ടൈപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവർക്ക് യോഗ അറിയായിരിക്കും, എൻജിനീയറിങ്ങിനെ കുറിച്ച് അറിയായിരിക്കും, സയൻസിനെ കുറിച്ച് അറിയായിരിക്കും, എന്തിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കും. ബുധൻ ബലപ്പെടുകയും അതുപോലെ തന്നെ ഈ നാർസിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളും കൂടെ ഇതിനകത്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് ഇവർക്ക് വേറൊരു രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഭദ്രായോഗം പോസിറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതിനെ എങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് വിടണമെന്നും നന്നായിട്ട് അറിയായിരിക്കും. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ സാഹചര്യങ്ങളോടുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സിനുള്ള കഴിവ് ഒക്കെ ഇവർക്ക് ഉണ്ടാവും. കാരണം ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു അസാമാന്യ കഴിവ് ഇവർക്കുണ്ടാവും. പെട്ടെന്ന് ക്വിക്കായിട്ടായിരിക്കും ഇവരുടെ റെസ്പോൺസ്. പെട്ടെന്നായിരിക്കും ഇവർക്കൊരു കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതും പെട്ടെന്നായിരിക്കും അതിന് വേണ്ട ഒരു സൊല്യൂഷൻ പറയുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര കഴിവാണ്, ഭയങ്കര ഇതാണ്. പക്ഷേ ഉള്ളു പൊള്ളയാണെങ്കിലും സാഹചര്യങ്ങളെ തൻ്റെ രീതിക്കനുസരിച്ച് ആക്കിയെടുക്കാനുള്ളൊരു കഴിവ് ഭദ്രായോഗത്തിന് ഉണ്ട്. പ്രത്യേകിച്ച് ബുധനുണ്ട്. അതുകൊണ്ട് തന്നെ ബുധൻ ബലപ്പെടുകയാണെങ്കിൽ ഈ രീതിയിൽ ഒറേറ്റർ എന്നുള്ള രീതിയിൽ, ഇൻ്റലക്ച്വൽ രീതിയിൽ, കമ്മ്യൂണിക്കേഷൻ ഏരിയയിലുള്ള രീതിയിൽ,
IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ബുധൻ ടൈപ്പാണ്. ബുധന് പറയുന്ന ഗുണങ്ങൾ. ഹാസ്യം ബുധൻ്റെ കയ്യില്ല. അപ്പം അത് ചിരിച്ച് കളിച്ചതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തത് ഹംസയോഗം. ഗുരുവാണ് ഹംസയോഗം തരുന്നത്. ഗുരു തീർത്തും ഒരു ബ്രാഹ്മണിക്കൽ ഗ്രഹമാണ്. ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞാൽ ജാതി ബ്രാഹ്മണനല്ല. ഇന്നത്തെ കാലത്ത് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ജാതി ബ്രാഹ്മണൻ അല്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ഈ ഒരു കാലഘട്ടം. അപ്പോൾ കാരണം അത്രത്തോളം ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാകുന്നൊരു കാലഘട്ടം. നമ്മൾ ബുധൻ എന്ന് പറയുന്നത് വൈശ്യനാണ്. വൈശ്യനാകുമ്പോൾ ബിസിനസ്, കൊമേഴ്ഷ്യൽ സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രേഡിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഹൈലി സക്സസ്ഫുൾ ആവും. അവർക്കൊരു ലാഭചിന്ത ഉണ്ടാകും ബുധന് ബലം വരുമ്പോൾ. ഗുരു ടൈപ്പ് അല്ലെങ്കിൽ ഗുരു തരുന്ന ഹംസയോഗം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്താണ് മെയിൻ ആൻഡ് വിസ്ഡം. സ്പിരിച്വൽ ഗ്രോത്തും വിസ്ഡവുമാണ് മെയിൻ. പ്രധാനമായിട്ടും ഈ ഗുരുവിൻ്റെ കാരകത്വത്തിലാണ് നമ്മുടെ സന്താനങ്ങൾ വരുന്നത്, സന്താനഭാഗ്യം വരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഭാഗ്യം വരുന്നത്. ഇതെല്ലാം സ്പിരിച്വൽ, അതായത് നേച്ചർ അനുഗ്രഹിച്ച് തരേണ്ടതാണ്. ഈ ജന്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നേച്ചർ അനുഗ്രഹിച്ച് തരുന്ന കാര്യങ്ങളാണ് 2, 5, 9 ഭാഗങ്ങളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ കാരകൻ വ്യാഴമാണ്. ആ ഭാവമായിട്ട് ഇപ്പോൾ ധനത്തിൻ്റെ കാരകനാണ്, അതുപോലെ തന്നെ സ്പിരിച്വൽ നോളജിൻ്റെ കാരകനാണ്, ഗുരുത്വത്തിൻ്റെ കാരകനാണ്, ഗുരുവിൻ്റെ കാരകനാണ്. അങ്ങനെ പല വിഷയങ്ങളുടെയും കാരകനാണ് ഗുരു. അപ്പം ആ ഗുരു തരുന്ന ഹംസയോഗം ഒരാൾക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസവും രണ്ടെന്ന് കാണാൻ പറ്റാതെ വരികയും അവർക്കൊരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നേച്ചറിനെ പറ്റി ഉണ്ടാവുകയും സ്പിരിച്വാലിറ്റിയും വിസ്ഡത്തിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഹംസയോഗമുള്ളവരുടെ കൈയുടെ വെള്ളയിലോ ഇല്ലെ കാലിൻ്റെ വെള്ളയിലോ ഒക്കെ ശംഖ്, പത്മം, മത്സ്യം, ഈ അങ്കുശരേഖ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഹംസയോഗം ഈ കയ്യിൽ ശംഖ്, ചക്രം, അതുപോലെ തന്നെ ഈ അങ്കുശരേഖ, ശംഖ്, ചക്രം, മത്സ്യം, അങ്കുശരേഖ പോലുള്ള കാര്യങ്ങൾ കൈയൊക്കെ നോക്കുമ്പോൾ കണ്ടാൽ ഉറപ്പായിട്ടും അയാളുടെ ജാതകത്തിൽ ഹംസയോഗം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ സ്ട്രോങ് സെൻസ് ഓഫ് ഒപ്റ്റിമിസം, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ നോളജിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ, ഇൻറ്റേർണൽ നോളജിനെ പറ്റിയുള്ള, ഇന്നർ നോളജിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ, അതിനെപ്പറ്റി എപ്പോഴും ഒരു ചിന്ത ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ലേണിംഗ് ലവറാണ്, സ്പിരിച്വൽ ലവറാണ്, വിസ്ഡം ലവറാണ്, മെഡിറ്റേഷൻ ലവറാണ്, സ്പിരിച്വൽ ട്രാവലിംഗ് ലവറാണ്. അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരുപാട് ടച്ചുകൾ ഈ ഒരു ഗുരു ടൈപ്പിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭൗതിക വിഷയങ്ങളോടൊന്നും താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ളതോ ഒന്നുമല്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം ഒരു ലോയലിറ്റി, ഒരു സത്യസന്ധത, ഒരു ദൈവീകത, ഒരു നന്മ കാണാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. എസ്പെഷ്യലി 10ാം ഭാവം ഒക്കെ നിൽക്കുകയും 10ാം ഭാവത്തിൽ സ്വക്ഷേത്രമായിട്ട് ഉച്ചക്ഷേത്രമായിട്ട് വരിക, 7ാം ഭാവം സ്വക്ഷേത്രം ഉച്ചക്ഷേത്രമായിട്ട് വരിക, അല്ലെങ്കിൽ 4ാം ഭാവം അല്ലെങ്കിൽ ലഗ്നം, ഇതെല്ലാം ഉച്ചക്ഷേത്ര സ്വക്ഷേത്രമായിട്ടൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഫലമുള്ളത്. കേന്ദ്രത്തിൽ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് സ്വക്ഷേത്രമായിരിക്കണം. അത് ഇപ്പം കർക്കിടക രാശിയിൽ ഉച്ചനാവുകയും അതിൻ്റെ ആദ്യ വ്യാഴത്തിൻ്റെ തന്നെ നക്ഷത്രപാദത്തിലും വന്നിട്ടുള്ള ഒരാളെ എനിക്കറിയാം. പുണർദത്തിൻ്റെ അവസാന പാദത്തിൽ വ്യാഴം നിൽക്കുകയും അത് ഉച്ചരാശിയാവുകയും ചെയ്ത ഒരാളെ എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സ്പിരിച്വൽ ക്വാളിറ്റി ഉണ്ട്. അയാളൊരു വലിയ ഡോക്ടറാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ ഒരുപാട് പേര് അദ്ദേഹത്തെ ദൈവതുല്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്. അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് അങ്ങനെ അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു യോഗം മാത്രമല്ല കേട്ടോ, പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പ്രധാനപ്പെട്ട 3 യോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് കൂടാതെ വേറെ ഗുണങ്ങളും ആ ജാതകത്തിലുണ്ട് കേട്ടോ.
അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അവിടെ മറ്റ് യോഗങ്ങൾ വന്നപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഹംസയോഗം കൂടെ വന്നപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നിരന്തരമായിട്ട് തൻ്റെ ആന്തരികമായിട്ട് മെച്യൂരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, പല വിഷയങ്ങൾ വായിക്കുക, മനസ്സിലാക്കുകയും അത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും ഈ യോഗത്തിലുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി പറയാം. എൻ്റെ ജാതകത്തിൽ 10ാം ഭാവത്തിൽ ഹംസയോഗത്തോടു കൂടിയിട്ടാണ് വ്യാഴം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ മേഖലയിലേക്കൊക്കെ വരികയും ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകുകയും ചെയ്യുന്നത് ഒരു പക്ഷേ പൂർവ്വജന്മത്തിൽ ചെയ്ത സുകൃതങ്ങൾ ഈ ജന്മത്തിൽ ആ വ്യാഴം തരുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ളത് അങ്ങ് ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ജാതകം എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. എല്ലാ അസ്ട്രോളജേഴ്സും അല്ല അസ്ട്രോളജി പഠിക്കുന്ന ആൾക്കാരും നമ്മുടെ ജാതകം എന്തായാലും നോക്കണം. നമ്മുടെ ജാതകത്തിൻ്റെ അനുഭവം നമുക്കറിയാവുന്നവർ വേറൊരാൾക്ക് അറിയില്ലല്ലോ. അപ്പം അതിനെ നന്നായി പഠിക്കുകയും അതോടൊപ്പം തന്നെ മറ്റാൾക്കാരെ ഈ യോഗങ്ങളൊക്കെ ഉള്ളവരെ നന്നായിട്ട് നോക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ പഠന വിഷയമായിട്ട് പറഞ്ഞു എന്നുള്ളത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ആണ്. നമുക്ക് പഞ്ചമഹാപുരുഷ യോഗത്തിൽ അടുത്ത പഞ്ചമഹാപുരുഷ യോഗത്തിൽ വീനസ് അഥവാ ശുക്രൻ തരുന്ന മാളവ്യ യോഗമാണ്. മാളവ്യ യോഗം ഉള്ളവർക്ക് ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് ടാലൻ്റ് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. ഞാൻ ഒരു 100 ജാതകം എൻ്റെ കയ്യിലുണ്ട് അങ്ങനത്തേത്. പല മേഖലയിലായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും അവരുടെ പ്രൊഫഷനേ അല്ലായിരിക്കും, പക്ഷേ അവർക്കൊരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉണ്ട്. പാട്ടിനോടായിരിക്കും ചിലപ്പം, അല്ലെ മേക്കപ്പ് സാധനങ്ങളോടായിരിക്കും, അല്ലെ ഒരുങ്ങുന്നതിനോടായിരിക്കാം, അല്ലെ ഫിലിംസിനോടായിരിക്കാം, അല്ലെങ്കിൽ പലതും മ്യൂസിക്കിനോടായിരിക്കാം, വരയ്ക്കുന്നതിനോടായിരിക്കാം. ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളോട് ഇവർക്കൊരു താല്പര്യം ഉണ്ടാവും. ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് ടാലൻ്റാണ് മാളവ്യ യോഗത്തിൻ്റെ ഒരു ക്വാളിറ്റി. അതുപോലെ തന്നെ ലക്ഷറി ആൻഡ് കംഫർട്ട് സോണിനോടൊരു വലിയ താല്പര്യമായിരിക്കും. ലക്ഷറി ഡ്രസ്സുകൾ എപ്പോഴും അവരെ അലട്ടുന്നതായിരിക്കും. ലക്ഷറിയുള്ള ആൾക്കാരെ കാണുമ്പം അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു ചെറിയ ഈ ആസുര ഗുരുവാണ്. അപ്പോൾ കുറച്ചൊരു എത്ര നല്ലവരാന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ചെറിയ സ്വാർത്ഥതാണ്. അപ്പോൾ കുശുമ്പ് സ്വാഭാവികം, മനുഷ്യൻ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം ആ ഒരു അവരവർക്ക് ഇഷ്ടമുള്ള പ്രത്യേകിച്ച് ആ ലക്ഷറി മേഖലകളിലൊക്കെ കാണുമ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ ആൾക്കാർ പോകുമ്പോൾ ഈ യോഗമുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വല്ലാതെ അസ്വസ്ഥയാക്കും. അതുകൊണ്ട് തന്നെ അവർ അതിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധകൾ മൊത്തം ഈ ഒരു ഇന്നർ ആയിട്ടുള്ള ഈ ഒരു ക്രേവിങ്ങിനെ ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ഒരു ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ലവ് ആൻഡ് സ്ട്രോങ് സെൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർക്ക് ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു വീഴ്ച ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അറ്റാച്ച്മെൻറ്റും ലവിനോടൊക്കെ ഒരു താല്പര്യവും അതുപോലെ തന്നെ സെൻഷ്വൽ പ്ലഷേഴ്സിനോടൊക്കെ ഒരു താല്പര്യവും അതിനോടൊക്കെ വലിയ ഇഷ്ടവും ഒക്കെ ആയിരിക്കും. അതൊന്നും മോശമൊന്നുമല്ല, മനുഷ്യന് ഈശ്വരൻ തന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒരുങ്ങുന്നതിനോടും അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുന്നതിനോടും ഭൗതികപരമായിട്ടുള്ള സന്തോഷങ്ങളോടും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനോടും നല്ല പാട്ട് കേൾക്കുന്നതിനോടും നല്ല പെർഫ്യൂംസ് നല്ല മണത്തിനോടും നല്ല കാര്യങ്ങൾ കാണാനും അപ്പോൾ ഈ സെൻഷ്വൽ പ്ലഷേഴ്സിന് ടച്ചിനോടും ഒക്കെ അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളോടുമൊക്കെ ഭൗതികപരമായിട്ടുള്ള ചില കാര്യങ്ങളോടും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും അതുവഴി കിട്ടുന്ന സന്തോഷങ്ങളോടും പ്രണയത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഇവർക്കുണ്ടാവും. ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ ഇവർക്ക് പല മേഖലകളിൽ നിന്നും കിട്ടും. ഈ മാളവ്യോഗത്തെക്കുറിച്ച് പഠിച്ചപ്പം നിങ്ങൾ ശ്രമിച്ചു നോക്കേണ്ടതാണ് കേട്ടോ, പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. മാളവ്യോഗത്തെ പറ്റിയിട്ട് ഞാൻ ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യമാണ്. ഏത് ബുക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ നോട്ടിനകത്ത് അത് വന്നതാണ്. അത് ഏത് ബുക്കിൽ നിന്ന് എഴുതിയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്നെ വല്ലാണ്ട് എനിക്ക് പുതുമയുള്ളതെന്ന് തോന്നുന്നത് എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അപ്പം ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴോ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഏതോ നോട്ടിൽ ഏത് ബുക്കിൽ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 2ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രനും ഈ മാളവ്യയോഗം അനുഭവിക്കും എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണ്, ബി വി രാമൻ്റെ ടെക്സ്റ്റിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാനത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ. ഇനി എവിടെയെങ്കിലും ഞാനത് കാണുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസിൽ എവിടെയെങ്കിലും ഞാനത് നോട്ട് ചെയ്ത് പോവുകയും
ചെയ്യാം. അപ്പോൾ പൊതുവേ ശുക്രൻ ടൈപ്പ്, ശുക്രൻ്റെ ഒരു രീതി, ശുക്രൻ്റെ ഒരു ശൈലി, ശുക്രൻ്റെ ഒരു ഇമോഷണൽ എംപത്തി സ്റ്റൈലാണ് മാളവിയോഗത്തിന് പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സെൻഷ്വൽ കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യവും ഉണ്ടാവും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ അവസാനത്തത് ശനി തരുന്നത് ശശമഹായോഗമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാണ്. ശനിയെ മോശമായിട്ട് ഇത്രത്തോളം പേരുദോഷം കേട്ട ഒരാളില്ല. അപ്പം ശനിയെ മോശമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ശനി തരുന്ന യോഗം ദീർഘായുസാണ്. ശശമഹായോഗം വരികയും മാരകബന്ധമോ ബാധാബന്ധമോ ശനിക്കില്ലാതെ ഇരിക്കുകയും ചെയ്താൽ, ക്ഷേത്രബലവാനായ ശനി നിൽക്കുകയും അത് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടൊരു സാക്ഷൻ ക്യാരക്ടർ അവർക്കുണ്ടാവും. സ്ലോ ആയിരിക്കും പല കാര്യങ്ങളിലും, കുറച്ച് ഡിലേ ആയിരിക്കും പല കാര്യങ്ങളിലും ഒക്കെ, ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ശരീരവും ചുറ്റുപാടുകളും നോക്കാതെ കണ്ടമാനം കഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി, ഇവരേറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. വർക്ക് എത്തിക്ക്, ജോലിയിലൊക്കെ നല്ല എത്തിക്സ് ആയിരിക്കും. ഈ നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നല്ല എത്തിക്സ് ആയിരിക്കും. പ്രത്യേകിച്ച് 4ാം ഭാവത്തിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരമ്പര്യത്തോടൊക്കെയും വളരെ തറവാടൊക്കെ കുറച്ച് പഴക്കമുള്ള വീടുകളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ പൊതുവേ അത് നല്ലതുമാണ് കേട്ടോ. അതിനെ ആശ്രയിച്ച് പോയാൽ, നിങ്ങളുടെ പരദേവതയൊക്കെ ആശ്രയിച്ച് പോയാൽ നല്ലതായിരിക്കും. 7ാം ഭാവത്തിലാണ് വരുന്നതെങ്കിൽ കുറച്ച് പതുക്കെ ആയിരിക്കും വിവാഹമൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ പ്രായവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളെക്കാളും മൂത്ത ആളായിരിക്കും വിവാഹം കഴിക്കുന്നതൊക്കെ ആവാം. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ ഗുണമായിട്ടേ ഭവിക്കൂ എന്നുള്ളതും കൂടിയാണ് ശശമഹായോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ 10ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ 10ലൊക്കെ അല്ലെങ്കിൽ ലഗ്നത്തിലൊക്കെ ശശമഹായോഗത്തോട് കൂടിയിട്ട് ശനി നിന്നാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻ, ഇപ്പോൾ പ്രധാനമന്ത്രി രാജാവാണെങ്കിൽ താഴെയുള്ള കുറേ മന്ത്രിമാരുണ്ടല്ലോ. അപ്പം താഴെയുള്ള മന്ത്രിമാർ, MLA, MP തുടങ്ങിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് വരാനുള്ള സാധ്യതകൾ ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിരിക്കും. നാടിനോട്, അവർ ചെയ്യുന്ന പ്രവൃത്തികളോടായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആയിട്ട്, അതിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധയും ഫോക്കസും കൂടുതൽ എന്നുള്ളതാണ്. പൊതുവേ സ്ലോ ആണ് ശനി അതുകൊണ്ട് തന്നെ തരുന്നത് ഗ്രോത്ത് വളരെ പതുക്കെ ആയിരിക്കും. പക്ഷേ ആ ഗ്രോത്ത് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. കയറി വരുന്നത്, വന്നത് പിന്നെ പോവില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ വെൽബീയിങ്ങിന് ഇത് നല്ലതുമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ശശമഹായോഗം കൃത്യമായിട്ട് ഭവിച്ചാൽ, അതിൻ്റെ ദശയൊക്കെ വന്നാൽ നല്ല രീതിയിൽ മറ്റ് പാപബന്ധങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ശനി അനുഗ്രഹിച്ചാൽ നല്ലത് തന്നെയാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ പറക്കൂ, ഓടൂ, ചാടൂ, സ്പീഡിലെല്ലാം ചെയ്യൂ എന്ന് പറയുന്നിടത്താണ് വിജയമിരിക്കുന്നത്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കുജൻ്റെ ടൈപ്പുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ശൈലിയുണ്ട്. ബുധൻ്റെ ടൈപ്പുള്ള ആൾക്കാർക്ക് വളരെ സ്പീഡായിട്ട് മോട്ടിവേഷൻ പറയുന്ന മിക്ക ആൾക്കാരും അങ്ങനെയുള്ളതായതുകൊണ്ടായിരിക്കും അങ്ങനെ. വ്യാഴത്തിൻ്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിലേ അവർക്ക് പോകാൻ പറ്റൂ. ശുക്രൻ്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിലേ അവർക്ക് പോകാൻ പറ്റൂ. ശനിയുടെ രീതിയിലുള്ളവർക്ക്, ശനി ടൈപ്പ്, സാറ്റിൻ ടൈപ്പുള്ള ആൾക്കാർ ആ ഒരു കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് റിസൾട്ടും കുറച്ച് സ്ലോ ആയിരിക്കും. അവർ കഴിക്കുന്ന സ്ലോ ആയിരിക്കും, കുടിക്കുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അവരെല്ലാത്തിനും ഒരു സ്ലോ, പതിയെ ആയിരിക്കും, മന്ദനായിരിക്കും, പതുക്കെയാണത്. സ്ലോ ഡസ് നോട്ട് മീൻ യു ആർ ലേസി, ഇറ്റ് മീൻസ് യു ആർ വൈസ്. പതിയെ ചെയ്യുന്നതൊന്നും മടിയുമല്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നൊക്കെ പറയും. പതിയെ ഇരുന്ന് മനസ്സിലാക്കി ആസ്വദിച്ച് അത് ചെയ്യുന്നത് പലതും ബുദ്ധിശാലിതരമാണ്. നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയാം, ബുദ്ധിയുടെ സൂക്ഷ്മതയാണ്, ആസ്വദിക്കുന്നതിൻ്റെ തെളിവും കൂടിയാണ്. അപ്പം ഇത്രയൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കുണ്ടായിരുന്നത്. ഏകദേശം മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അവരുടെ ക്യാരക്ടർ, അവർ ബഹളം വെക്കുന്ന, അവർ ഇടപെടുന്നത്, അവരുടെ സംസാര രീതികൾ, ഇതൊക്കെ കാണുമ്പോൾ ഏത് ടൈപ്പ്, ഏത് കാറ്റഗറിയിൽ ഇവർ പെടും എന്നുള്ളതും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. നമസ്കാരം.